ഒത്തിരി വഴി കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് എല്ലാവരും. യാത്രാക്ലേശം ലഘൂകരിക്കുവാനും തുടർന്നുള്ള യാത്രയ്ക്ക് കൂടുതൽ ശക്തി ആർജിക്കുവാനും ഈ ദിവസങ്ങൾ നന്നായി ചെലവഴിച്ച നല്ല യഹൂദർ യാത്രാ സംഘത്തിലുണ്ടായിരുന്നു. അതിൽ പ്രധാനി സ്വന്തം മേരി എന്ന ജോസഫ് മനസ്സിലാക്കി. വചനം വിചിന്തനം ചെയ്യുന്നവൾ, ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവൾ, ജപധ്യാനങ്ങൾക്ക് നേരെ കണ്ടെത്തുന്നവൾ, ഇങ്ങനെ മേരിയെ അവളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ട ശേഷം ജോസഫ് പട്ടണത്തിലേക്ക് തിരിച്ചു. ഭക്ഷണത്തിനും തുടർന്നുള്ള യാത്രയ്ക്കും വേണ്ടുന്നവ സമ്പാദിക്കുവാനും ഈ തൊഴിലാളിക്കായി. ദൈവം നൽകിയ കഴിവും സമയവും നന്നായി ഉപയോഗിച്ച വിശ്വസ്തനായ സേവകനും കാര്യസ്ഥനുമായിരുന്നു ജോസഫ്. തിരുക്കുടുംബത്തിന്റെ മാതൃക കണ്ട് വിശുദ്ധ ബെനഡിക്ട് ഒരു പുതിയ സന്യാസ സഭ സ്ഥാപിച്ചപ്പോൾ നൽകിയ പ്രധാന നിയമം ഇതായിരുന്നു: പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കൂടാതെ ഒരു പ്രവൃത്തിയും ആരംഭിക്കരുത്. നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പ്രാർത്ഥനയിൽ നിന്നാണ്. ദൈവം നമ്മൾ നൽകുന്ന എല്ലാ ദാനത്തിനും നാം നന്ദി പറയണം. അതിന്റെ ഫലമോ നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന സമാധാനവും സന്തോഷവും സമൃദ്ധിയുമാണ്. ഈ യാത്രയിൽ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന കുഞ്ഞുങ്ങളിൽ വളർന്നു വരാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.